പ്രൈസ് ദി ലോർഡ്. ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഇന്ന് ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാഗ്ദാനം സെൻറ്ററിൻ്റെ കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിൽ തിരുവചനമായി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുന്നു. ഇന്നത്തെ ഈ കൺവെൻഷൻ കർത്താവിൽ ആശ്രയിച്ച് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോർജ് മാത്യു പാസ്റ്റർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടും എന്നാൽ അതിശക്തമായി കർത്താവിൻ്റെ ദൂതിനെ കൈമാറി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ഈ മഹായോഗം ഉദ്ഘാടനം ചെയ്ത ഈ സെൻറ്ററിൻ്റെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ റെനി ജോൺ ഇടപ്പറമ്പിൽ, മറ്റ് വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ പാസ്റ്റർ സണ്ണി തോമസ്, പാസ്റ്റർ സെബാസ്റ്റ്യൻ, ഇ.ജെ. ജോൺ പാസ്റ്റർ, ഇ.ജെ. തോമസ് ഊട്ടി പാസ്റ്റർ, ജേക്കബ് ജോൺ, പാസ്റ്റർ സണ്ണി വാകത്താനം, എൻ്റെ സ്നേഹിതനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ബിബിൻ പാസ്റ്റർ, മറ്റ് സദസ്സിലായിരിക്കുന്ന ദൈവദാസന്മാർ, ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം കേൾപ്പാനായി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, പ്രത്യേകിച്ച് ഈ ശബ്ദപരിധിക്കുള്ളിൽ ഈ ദേശത്തിൻ്റെ ചുറ്റുപാടുമുള്ള ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്നു കൊണ്ട് ലൈവിലൂടെ ഈ ദൈവവചനത്തെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ആരാധനയിൽ കൺവെൻഷൻ യോഗങ്ങളിൽ ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ച് പാട്ടുകളിലൂടെ നമ്മെ കർത്താവിൻ്റെ ആരാധനയിലേക്ക് നയിച്ച പ്രിയ കൊയർ, മറ്റു എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള വന്ദനത്തെ അറിയിക്കുന്നു. വാഗ്ദാനം സെൻറ്ററിൻ്റെ കൺവെൻഷനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ കൂടി വരുവാൻ കർത്താവ് നമ്മെ ഇടയാക്കിയ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ഒരുമിച്ച് ദൈവസനിലായിരിക്കുകയും തിരുവചനത്തെ ഘോഷിക്കുകയും ദൈവസനെ പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. അതോടൊപ്പം തന്നെ ഈ ദേശത്ത് നിന്ന് ചിലരെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ ഇടയാക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പ്രത്യേകാൽ ഇങ്ങനെ ഇന്ന് രാത്രിയിൽ ഈ തിരുവചന ഘോഷണത്തിൻ്റെ അവസരം നൽകിയ ഈ സെൻറ്ററിനോടും സെൻറ്ററിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സിനോടും പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ സെൻട്രൽ പാസ്റ്ററിനോടും മറ്റു ദൈവമക്കളോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസനിലായിരിക്കുമ്പോൾ തിരുവചന ചിന്തകളിലേക്ക് കടപ്പാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. കർത്താവിൻ്റെ ദാസൻ തൻ്റെ ശുശ്രൂഷയുടെ സമയത്തുകളിൽ വളരെ വ്യക്തമായി ഈ കൺവെൻഷൻ കൊണ്ട് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കി പറഞ്ഞു. അത് മറ്റൊന്നും ഉയർത്തുവാനല്ല, കർത്താവായ യേശുവിൻ്റെ നാമത്തെ ഇവിടെ ഉയർത്തുവാൻ വേണ്ടി മാത്രമാണ്. മറ്റൊന്നുമല്ല ഇവിടെ ഉയർത്തേണ്ടത്. യേശുവിൻ്റെ നാമം ഇവിടെ ഉയരുമ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തി അത് ചിലരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെയാണ് ഈ കൺവെൻഷൻ ഇവിടെ നടത്തുന്നത് എന്നുള്ളത് പറയുവാനിടയായി തീർന്നല്ലോ. അങ്ങനെയെങ്കിൽ നമുക്കും ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഇന്നു മുതൽ ഇവിടെ ആരംഭിച്ച കൺവെൻഷൻ ഓരോ സെക്ഷനകത്തും യേശുവിൻ്റെ നാമം ഈ ഞാലിയാകുഴി പട്ടണത്തിൽ ഈ വാകത്താനം ദേശത്ത് ഉയർത്തപ്പെടട്ടെ. കാരണം മറ്റ് ആർക്കും തകർക്കുവാൻ കഴിയാത്ത ഇന്നും ജീവിക്കുന്ന ഒരേ ഒരു ശക്തി, ഒരേ ഒരു ദൈവം, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തുകൊണ്ട് പറ, ഇന്ന് രാത്രി യേശുവിൻ്റെ നാമം ഇവിടെ ഉയരട്ടെ. ആ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എവിടേക്ക് ഉയരുന്നുണ്ടോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ വിടുതൽ ഉണ്ടാകാറുണ്ട്, അവിടെയൊക്കെ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകാറുണ്ട്, അവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ നാമം ഇവിടെ ഉയരുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അല്പനേരം ചിന്തയ്ക്കായി ഒരു വേദവാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. വളരെ പരിചിതമായ ഒരു വാക്യങ്ങളിലേക്ക് ശ്രദ്ധയെ തിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം നമുക്ക് അല്പനേരം ചിന്തയ്ക്കായിട്ട് വായിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ വാക്യങ്ങൾ വായിക്കാം. ബൈബിൾ കൊണ്ടുവന്ന പ്രിയപ്പെട്ടവരെല്ലാവരും ആ ബൈബിൾ ഭാഗത്തെ തുറന്ന് ആ വാക്യങ്ങളിലേക്ക് നോക്കുക. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെ പറയുന്നു: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. ഒരുമിച്ച് ചേർന്ന വാക്യം എന്ന് പറയാം. ആ വാക്യം നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു, അവിടെ നിന്ന്
കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. ബഹുകോടി സമ്പത്തിൻ്റെ ഉടമ, ഒരു കപ്പൽ പ്രമാണിയുടെ മകൻ, മാത്രമല്ല ജുവലറികൾക്ക് പേരുകേട്ട, പ്രത്യേകിച്ച് ഗോമേതക കല്ലുകൾക്ക് പേരുകേട്ട, വിദ്യാഭ്യാസത്തിനും ഗ്രീക്ക് തത്വചിന്തകൾക്കും സാഹിത്യത്തിനും പേരുകേട്ട കിലിക്കിയ സംസ്ഥാനത്തിലെ തർസോസിൽ പട്ടണത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു യഹൂദൻ. ലോകത്തിലെ തന്നെ ഏറ്റവും തണുപ്പ് കൂടിയ ഒരു നദി, ആ നദിയുടെ പേര് സിൻഡസ് റിവർ എന്നാം, ഒഴുകുന്നത് ഈ പട്ടണത്തിലൂടെയാണ്. നിങ്ങൾ ഒരുപക്ഷെ ചരിത്ര പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ടായിരിക്കാം, അലക്സാണ്ടർ എന്ന് മഹാനായ അലക്സാണ്ടർ ഈ തണുത്ത വെള്ളത്തിൽ കുളിച്ചാണ് താൻ രോഗബാധിതനായി മാറുന്നത്. ഈ പട്ടണത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് റോമിലെ ഏറ്റവും മികവുറ്റ ഒന്നാം നിര പൗരത്വം അവകാശമാക്കി എബ്രായ, ഗ്രീക്ക്, ലത്തീൻ ഭാഷകളിൽ ആഴമേറിയ പഠനമുള്ള വ്യക്തി, അരാമ്യ ഉൾപ്പെടെയുള്ള ഭാഷകളിൽ പ്രാവീണ്യം നേടി, ന്യായപ്രമാണത്തിൽ മാത്രമല്ല സാഹിത്യങ്ങളിൽ, കവികളിൽ, കവിതകളിൽ, സാമൂഹിക ചിന്തകളിൽ ഏറ്റവും ആഴമേറിയ അറിവുള്ള ഒരു മനുഷ്യൻ ആയ അപ്പോസ്തലനായ പൗലോസ്. ആ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത്. ഈ ഫിലിപ്പിയ ലേഖനത്തെ നിങ്ങൾ പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന് പ്രധാനമായി കാരാഗ്രഹങ്ങൾ, ലേഖനങ്ങൾ എന്ന് പറയുന്ന 4 ലേഖനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത്, 2 എഫേസ്യ ലേഖനമാണ്, 3 കൊലോസ്യ ലേഖനമാണ്, 4 ഫിലോമോന്റെ ലേഖനമാണ്. ഈ 4 ലേഖനങ്ങളെ കാരാഗ്രഹ ലേഖനങ്ങളാ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് ഈ 4 ലേഖനങ്ങളെ അറിയപ്പെടുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളടക്കത്തെ നമ്മൾ ഒന്ന് ചിന്തിച്ച് പഠിക്കുമ്പോൾ ക്രിസ്തു പരിജ്ഞാന ലേഖനങ്ങൾ എന്നാണ് ഈ ലേഖനങ്ങളെ വിളിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയങ്ങളാണ്. ഒറ്റ വാക്കിൽ വേഗത്തിൽ ആ ഭാഗമൊന്ന് പറഞ്ഞു പോകാം. നാം എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി അവിടെ പറയുകയാണ്. ഈ ലേഖനങ്ങളിൽ എഫേസ്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായി കാണുവാൻ കഴിയുന്നത് ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ള ആഴമായ ചിന്തയാണ് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത്. ഈ ലേഖനത്തിൽ മുഴുവനായി നിങ്ങൾ പഠിക്കുമ്പോൾ ഏകദേശം 30-ലധികം പ്രാവശ്യം എടുത്തെടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന പദമാണ് ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിസ്തുവിനോട് കൂടെ വസിക്കുക എന്നുള്ളതല്ല, ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതാണ്. എന്താ ആ വാക്കിൻ്റെ അർത്ഥം? ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്, ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് 9 മാസം കിടക്കുമ്പോൾ ആ കുഞ്ഞിന് ആകുലകളില്ല, ആ കുഞ്ഞിന് പരിഭവങ്ങളില്ല, ആ കുഞ്ഞിന് വേദനകളില്ല. കാരണം ആ കുഞ്ഞിന് ഒരു കാര്യം ഉറപ്പാ, ഞാൻ കിടക്കുന്നത് എൻ്റെ അമ്മയുടെ ഉദരത്തിനകത്താ എന്ന് പറയുന്നത് പോലെ ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ള ആഴമേറിയ പ്രമേയത്തിൻ്റെ വിശകലനമാണ് എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത്. ഫിലിപ്പിയ ലേഖനം നാം പഠിക്കുമ്പോൾ പ്രധാനമായി കാണുന്ന പ്രമേയം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. ആ പദങ്ങൾ ആ ലേഖനത്തിലൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ ഏകദേശം 16-ലധികം പ്രാവശ്യം വീണ്ടും വീണ്ടും പൗലോസ് ഓർപ്പിക്കുന്ന ഒരു പദം ക്രിസ്തുവിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിൽ സന്തോഷിക്കാൻ പറ്റിയ സാഹചര്യമൊന്നുമല്ല തൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നത്. ആ സാഹചര്യത്തിൻ്റെ നടുവിലും കാരാഗ്രഹത്തിൻ്റെ നടുവിലും താൻ ഒരു വെളിപ്പാട് ദൈവജനത്തോട് കൈമാറുക, ഫിലിപ്പിയിലെ വിശ്വാസികളോട് കൈമാറുക. സാഹചര്യമല്ല ഒരുവനെ ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ കാണിക്കുന്നത്, മറിച്ച് അവൻ്റെ അകത്തുള്ള വെളിപ്പാടാണ് അവനെ ക്രിസ്തുവിൽ സന്തോഷിപ്പാനായിട്ട് സാധ്യമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോടൊരു കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളല്ല നമ്മെ കർത്താവിൽ സന്തോഷിപ്പാൻ ഉത്സാഹിപ്പിക്കുന്നത്, മറിച്ച് സാഹചര്യം ഏതാണെങ്കിൽ പോലും ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമായ വെളിപ്പാട് അകത്ത് പ്രാപിച്ചവൻ ഇന്ന് രാത്രിയിലും പറയാൻ കഴിയുന്ന ഒരു വലിയ ആത്മീയ സത്യമുണ്ട്. സാഹചര്യത്തിനപ്പുറമായി എന്നിൽ വസിക്കുന്ന ഒരു ആഴമേറിയ വെളിപ്പാട്, അത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാ. ആ യേശുവിൻ്റെ വെളിപ്പാട് അകത്തുള്ളവൻ ഏത് സാഹചര്യത്തിലും പറയാൻ കഴിയുന്ന വലിയ സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത് ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഫിലിപ്പിയ ലേഖനത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രധാനമായി നമ്മൾ കാണുന്ന പ്രമേയം എന്ന് പറയുന്നത്
ക്രിസ്തുവിൽ സന്തോഷിക്കുക, ക്രിസ്തുവിൽ സമ്പൂർണരാകുക, അല്ലെങ്കിൽ ക്രിസ്തുവിൽ തികയുക എന്നുള്ളതാണ്. എന്താ ഈ വാക്കിന്റെ അർത്ഥം? അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർ ലേഖനം എഴുതുമ്പോൾ താൻ അവിടെ പറയുന്ന പ്രധാന ചിന്ത ഇങ്ങനെയാണ്: നാം ക്രിസ്തുവിൽ സമ്പൂർണരാണ് എന്നുള്ളതാണ്. താൻ അതിനെ വേർച്ചുകർ പറയുമ്പോൾ ഇങ്ങനെയാണ്: വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ മറ്റു ഒന്നിനും ഒരു ദൈവപൈതലിനെ തകർക്കുവാൻ കഴിയുകയില്ല. കാരണം നാം ക്രിസ്തുവിൽ സമ്പൂർണരാണ് എന്നുള്ള ഏറ്റവും വലിയ ചിന്തയാ. അതിനെ ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ നാം ക്രിസ്തുവിൽ നാം തികയണം എന്നുള്ള ആഴമേറിയ ചിന്തയാണ് ആ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. ദൈവവചനം പഠിച്ചാൽ നാം എവിടെയൊക്കെയാണ് തികയേണ്ടത് എന്ന് കൃത്യമായി നമുക്ക് കാണുവാൻ കഴിയും. വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വിവരിക്കുന്നില്ല. എങ്കിലും ഇവിടെ പറയുന്നത് നാം വിശുദ്ധിയിൽ തികയണം. 2, നാം ഐക്യതയിൽ തികയണം. 3, സ്നേഹത്തിന്റെ തികവിൽ നാം തികയണം. 4-ാമത്തെ കാര്യം പറയുന്നത് ദൈവത്തിന്റെ ശക്തിയിൽ നാം തികയണം. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്: എൻ്റെ കൃപ നിനക്ക് മതി. അടുത്ത വാക്യം എങ്ങനെയാ? ആ ശക്തിയുടെ പ്രത്യേകത നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാകുന്നു. ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം ആത്മാവിൽ വിളിച്ചു പറയാം. നമ്മുടെ ജീവിതത്തിൽ തികഞ്ഞു വരുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പൊതിഞ്ഞു വരുന്ന ഒരു ദൈവശക്തി ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ ശക്തി മാത്രമാണ്. ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിനകത്തിരുന്ന് ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ജീവിതത്തിൽ പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, ജീവിതത്തിൽ പ്രതികൂലമില്ലാഞ്ഞിട്ടല്ല, ജീവിതത്തിൽ വേദനയില്ലാഞ്ഞിട്ടല്ല, ജീവിതത്തിൽ കഷ്ടതയില്ലാഞ്ഞിട്ടല്ല. എന്നാൽ ഈ കഷ്ടതയുടെ നടുവിലും ഈ പ്രതിസന്ധിയുടെ നടുവിലും ഞങ്ങളുടെ മേൽ പൊതിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ഞങ്ങളുടെ മേൽ പൊതിയുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അതരത്തെ പൂട്ടിയിരിക്കാതെ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയണം: ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുക, കൊലോസ്യയിലെ വിശ്വാസികൾ പറയുക, നിങ്ങൾ ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? തികയണം. ദൈവത്തിന്റെ ശക്തിയിൽ നിങ്ങൾ തികയണം. നിങ്ങൾ നോക്കണമേ, എഫെസ്യ ലേഖനത്തിൽ താൻ പറയുക ക്രിസ്തുവിൽ വസിക്കണം. 2-ാമത്തെ കാര്യം ഫിലിപ്പിയ ലേഖനത്തിൽ പറയുക ക്രിസ്തുവിൽ നിങ്ങൾ സന്തോഷിക്കണം. 3-ാമത്തെ കാര്യം പറയുക ക്രിസ്തുവിൽ നിങ്ങൾ തികയണം, അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിങ്ങൾ സമ്പൂർണ്ണ. എന്നാൽ ഫിലോമോന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ താൻ പറയുന്ന പ്രധാനപ്പെട്ട ചിന്ത ക്രിസ്തുവിൽ വഹിക്കണം എന്നുള്ളതാണ്. ഈ 4 ചിന്തകൾ നാം എടുത്തു വെച്ച് പഠിച്ചാൽ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തെ കുറിച്ച് കാരാഗ്രഹത്തിന്റെ അകത്ത് കിടന്ന് താൻ എഴുതിയപ്പോൾ അതിനകത്ത് നാം വെളിയിലേക്ക് വന്നത് സാധാരണമായ ഒരു വെളിപ്പാടല്ല, അതിനകത്തുനിന്ന് പുറത്തേക്ക് വന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമായ വെളിപ്പാടാണ്. ഞാനിത് പറഞ്ഞതിന്റെ കാരണം എന്തെന്നറിയാമോ? ഒരു ക്രിസ്തു ഭക്തന്റെ ജീവിതത്തിൽ ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ, യേശുവിനെ അറിഞ്ഞ ഒരു ജീവന്റെ ഭക്തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കാരാഗ്രഹമല്ല അവന്റെ വിഷയം, അവന്റെ സാഹചര്യമല്ല അവന്റെ വിഷയം, മറിച്ച് അവന്റെ അകത്ത് കയറിയിരിക്കുന്ന ഒരു വെളിപ്പാടുണ്ട്, അവന്റെ അകത്ത് ചലിക്കുന്ന ഒരു വെളിപ്പാടുണ്ട്. അത് കാരാഗ്രഹത്തിന്റെ അകത്ത് കൊണ്ടിട്ടാലും ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിന്റെ അകത്ത് കൊണ്ടിട്ടാലും ആ വെളിപ്പാട് പുറത്തേക്ക് വന്നാൽ ചിലരെ ഉറപ്പിക്കാൻ കഴിയുന്നതാണ് ആ വെളിപ്പാടിന്റെ ശക്തി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ ഭരിക്കുന്ന ആ ശക്തിയുടെ പേര് മറ്റൊന്നുമല്ല, അറിയാവുന്ന ദൈവമക്കൾ ചേർന്ന് പറയട്ടെ, അവന്റെ പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനം അതാണ് ഫിലിപ്പിയ ലേഖനം. ഈ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ മനുഷ്യർ ഇത്രയും കർത്താവിൽ സന്തോഷിപ്പാൻ കഴിയുന്നത്? നിങ്ങൾ ചരിത്രത്തിലേക്കൊന്ന് പഠിച്ചു നോക്കിയാൽ ഒരു മത തീവ്രവാദിയായി രംഗപ്രവേശനം ചെയ്ത വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. ഈ മനുഷ്യനെ നാം ഒന്ന് ദൈവസന്നിധിയിൽ ദൈവവചനത്തിലും ചരിത്രത്തിലൊക്കെ വെച്ച് പഠിച്ചു നോക്കുമ്പോൾ ഈ മനുഷ്യന്റെ പ്രത്യേകതകൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. സമയത്തിന്റെ ചുരുക്കം കൊണ്ട് വേഗത്തിൽ ഞാൻ 3 പോയിന്റുകൾ ഈ മനുഷ്യനെ പറ്റി ഒന്ന് പറയാം. ഒന്നാമത്തെ പ്രത്യേകത, ന്യായപ്രമാണത്തിൽ തികവുള്ള മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. 5 മുതൽ 11 വയസ്സ് വരെ എല്ലാ യഹൂദനും പഠിക്കുന്നത് പോലെ ന്യായപ്രമാണം അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങൾ കൃത്യമായി അഭ്യസിച്ച ഒരു വ്യക്തി. അതിനുശേഷം ഗമാലിയലിന്റെ നേതൃത്വത്തിലുള്ള
ആ സർവകലാശാലയിൽ താൻ ദൈവത്തിന്റെ വചനം നന്നായി പഠിച്ചൊരു മനുഷ്യൻ. ഈ മനുഷ്യൻ ന്യായപ്രമാണത്തിൽ തികവുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ഈ മനുഷ്യനെ പറ്റി ഇങ്ങനെ പറയാൻ, ന്യായപ്രമാണത്തിൽ താൻ പരീക്ഷന എന്ന് പറഞ്ഞാൽ പ്രമാണം, ന്യായപ്രമാണം നന്നായി അറിയാവുന്ന ഒരു വ്യക്തി. രണ്ടാമത്തെ ഈ മനുഷ്യന്റെ പ്രത്യേകത ഞാൻ ആദ്യമേ ഓർപ്പിച്ചു. ഈ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഉള്ള ഒരു മനുഷ്യനാണ്. അതാണ് ഞാൻ ആദ്യമേ ഓർപ്പിച്ചത്. ബഹുകോടി സ്വത്തിന്റെ ആസ്തിയുള്ള മനുഷ്യൻ, കപ്പൽ പ്രമാണിയുടെ മകൻ, സമ്പത്തിന് യാതൊരു കുറവുമില്ലാത്ത ഒരു വ്യക്തി. ഈ മനുഷ്യനെ കർത്താവ് തൊട്ടതായിട്ടാണ് നാം ദൈവവചനത്തിൽ കാണുന്നത്. ഒന്ന്, മനുഷ്യൻ ന്യായപ്രമാണം തികവുള്ളവൻ. രണ്ട്, സമ്പത്തിന് കുറവില്ലാത്തവൻ. മൂന്നാമത്തെ ഒരു പ്രത്യേകത ഈ മനുഷ്യനെ പറ്റി കാണുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലെ സ്റ്റോയ് ചിന്തകൾക്കകത്ത് താൻ അഗാധമായ അറിവും പാണ്ഡിത്യം ഉള്ള മനുഷ്യനാണ്. അത് പറയാനായിട്ടുള്ള ദൈവവചനത്തിൽ തന്നെ നമുക്ക് പല തെളിവുകൾ കാണാം. ആ കാലഘട്ടത്തിലെ 3 പ്രധാന സർവകലാശാലകൾ നിങ്ങൾ അതിനെ പഠിക്കുമ്പോൾ, ഒന്ന് ഏതൻസ് അല്ലെങ്കിൽ യൂറോപ്പിലെ അഥേനയിൽ ഉള്ള ആ സർവകലാശാല, രണ്ട് ആഫ്രിക്കയിൽ അലക്സാണ്ട്രിയയിലുള്ള ആ സർവകലാശാല, മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് ഏഷ്യയിലെ തർസോസിലുള്ള സർവകലാശാല. ഈ സർവകലാശാലയിൽ നിന്ന് തത്വചിന്തയിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. ദൈവവചനത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ജാതീയനായ ഒരു രാജാവ് ഫെസ്തോസ് അല്ലെങ്കിൽ ഫെലിക്സ്, അദ്ദേഹത്തോട് ഒരു വാദപ്രതിവാദമുണ്ടായിട്ട് ഫെസ്തോസ് പറഞ്ഞൊരു വാക്ക് ഏറ്റവും ഗൗരവമുള്ള വാക്കാം. ആ വാക്കിങ്ങനെ, വിദ്യാബഹുത്വത്താൽ ഇവൻ എന്തുണ്ട്, ഭ്രാന്തുണ്ട് എന്ന് പറയുക. അപ്പോൾ ആ വാചകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാ ഈ പൗലോസ് എന്ന് പറയുന്ന വ്യക്തി. അടുത്തതായി നമ്മൾ ചിന്തിക്കുക, അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നൊരു കാര്യമുണ്ട്. അരയോവ കുന്നിൽ നിന്നും താൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നൊരു കാഴ്ച നമുക്ക് 17-ാം അധ്യായത്തിൽ കാണാം. അവിടെ അപ്പോസ്തലൻ പൗലോസ് തത്വചിന്തകരുമായിട്ട് അവിടെ സംവാദിക്കുന്ന ഒരു രംഗം അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ ഭാഷയിൽ അവരുടെ പഴഞ്ചൊല്ലുകളൊക്കെ കണ്ടുകൊണ്ട് അത് കേട്ടുകൊണ്ട് താൻ അവിടെ നിന്ന് ഓടാതെ താൻ അവരോട് വാദപ്രതിവാദം നടത്തുന്ന ഒരു രംഗം നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച് അതൊരു കാര്യമല്ല. ആ കാര്യത്തിനപ്പുറത്തമായി അവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ പൗലോസിനെ ചൂടുപിടിപ്പിച്ച ഒരു കാര്യം എന്താണ്? പൗലോസിനെ ചൂടുപിടിപ്പിച്ചത് ഈ തത്വചിന്തകന്മാർ തത്വജ്ഞാനങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഒരു കല്ല് നാട്ടിക്കൊണ്ട് ആ കല്ലിൽ ഇങ്ങനെ എഴുതി, അജ്ഞാത ദേവൻ എന്നെഴുതി. അപ്പോസ്തലനായ പൗലോസിന് ഇത് കണ്ടപ്പോൾ തൻ്റെ ഹൃദയത്തിൽ താൻ ചൂടുപിടിച്ചിട്ട് താൻ ഇങ്ങനെ പറയുന്നത്, അല്ലയോ തത്വചിന്തകളെ, നിങ്ങൾക്ക് ഈ അജ്ഞാത ദേവൻ ആരാണെന്നറിയില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്കുകളെ കടമെടുത്തുകൊണ്ട് പറയാം, ആ അജ്ഞാത ദേവൻ ആരാണെന്ന് എനിക്കറിയാം. അവൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. തത്വജ്ഞാനികളെ കണ്ടിട്ട് വാദപ്രതിവാദം നിർത്തി താൻ ഓടുകയല്ല ചെയ്തത്. യേശുവിൻ്റെ സുവിശേഷം തനിക്ക് അവിടെ പറയാൻ കഴിയുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് താൻ അവിടെ യേശുവിനെ ഉയർത്തുന്ന രംഗം അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം വിവരിക്കുക. ഒരുപക്ഷെ ഭാവനയിൽ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും യേശുവിനെ ഉയർത്തി താൻ ആ കുന്നിറങ്ങി വരുന്ന അവസ്ഥ. അത്രയ്ക്കും വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. എന്നാൽ ഈ പൗലോസിനെ ചരിത്രത്തിൽ നാം പഠിക്കുമ്പോൾ അവനെ മനസ്സിലാക്കുന്നത് ഒരു മത തീവ്രവാദിയായിട്ടാണ് ചരിത്രത്തിൽ നാം കാണുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? അധികാരവും അധികാരപത്രവും ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ സ്ത്രീകളെ പോലും വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് അവരെ പീഡിപ്പിക്കാൻ അധികാരമുണ്ടായിരുന്ന അപ്പോസ്തലനായ പൗലോസ്. എന്നാൽ ദൈവമക്കൾ ഇന്ന് രാത്രി ശ്രദ്ധയോടെ കേൾക്കണം. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ശ്രദ്ധയോടെ കേൾക്കണം. ഇത്രയും മതതീവ്രവാദിയായ ഒരു മനുഷ്യനെ എൻ്റെ കർത്താവായ യേശു ഒന്ന് തൊട്ടു, എൻ്റെ യേശു ഒന്ന് സന്ദർശിച്ചു. യേശുവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായി. മതതീവ്രവാദിയായ പൗലോസിനെ സ്നേഹത്തിൻ്റെ വക്താവാക്കി ഈ രാജ്യങ്ങളിൽ ഓടിച്ചതിൻ്റെ പുറകിലുള്ള ചരിത്രം മറ്റൊന്നുമല്ല, അവനെ തൊട്ടത് കർത്താവായ യേശു ക്രിസ്തുവാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വാഗത്താനത്ത് ഞങ്ങൾ ഈ യേശുവിനെ ഉയർത്തുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഞങ്ങളിവിടെ മതപ്രസംഗമല്ല നടത്തുന്നത്, ഞങ്ങളിവിടെ ആരെയും മതം മാറ്റാൻ അല്ല നോക്കുന്നത്. എന്നാൽ മനസ്സിനെ തൊടുന്ന, മനസ്സിനെ രൂപാന്തരം വരുത്തുന്ന, മതതീവ്രവാദികളെ സ്നേഹത്തിന്റെ സന്ദേശകരാക്കി മാറ്റുന്ന ഏക സന്ദേശം ഇന്ന് രാത്രി ഉലകത്തിലുണ്ട് എങ്കിൽ അത് യേശുവിന്റെ സന്ദേശമാ. ഇന്ന് രാത്രി അതിനോട് സ്തോത്രം പറയാൻ കഴിയുന്ന ദൈവമക്കൾ അതിനകത്തെ തുറന്ന് ആത്മാവിലൊന്ന് സ്തോത്രം പറയട്ടെ.
ഹല്ലേലൂയ. മതത്തിന്റെ തീവ്രവാദിയായ പൗലോസിനെ കർത്താവ് സ്നേഹത്തിന്റെ വക്താവാക്കി മാറ്റി, ജാതികളുടെ അപ്പോസ്തലനാക്കി മാറ്റി. അത് അപ്പോസ്തലനായ പൗലോസ് താൻ ദൈവസന്നിധിയിലേക്ക്, ദൈവം തന്നെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഈ സഭകളെയൊക്കെ പീഡിപ്പിച്ചപ്പോൾ ആ ദൈവമക്കൾ ആരും കൈസർക്കന്ന് പരാതി കൊടുത്തില്ല. അപ്പോസ്തലനായ പൗലോസ് അല്ലെങ്കിൽ ശൗൽ ഞങ്ങളെ പീഡിപ്പിക്കുന്നത്. ദൈവസഭ ഒരുമിച്ച് ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ പരിണിത ഫലം എന്തെന്നറിയാമോ? മത തീവ്രവാദിയെ ദൈവത്തിന് കൊള്ളാകുന്നവനായി ഉപയോഗിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, ഇതിനകത്ത് ഞാൻ ആത്മാവിൽ ഒരു ദൂത് വിളിച്ച് പറയാം. അതെന്തെന്നറിയാമോ? പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്ന് രാത്രിയിലും ഇതിനകത്തുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അല്പസമയം അതരങ്ങളെ തുറന്നുകൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിച്ചു കൊള്ളണം. കാരണം ഇന്ന് രാത്രിയിൽ മറ്റാരുടെ വന്നതല്ല ഏറ്റവും വലിയ കാര്യം, മറ്റാരുടെ സാന്നിധ്യമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ഇന്നും പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ആദരങ്ങളെ തുറന്നുകൊണ്ട് കർത്താവിനോട് ആത്മാവിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, വാഗ്ദാനത്ത് ഈ കൺവെൻഷൻ നടക്കുമ്പോൾ ഈ ദേശത്തെ പിടിച്ചു ചിലരെ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തണം. അത് മാത്രമല്ല, ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം ഇതിനകത്തിറങ്ങുമ്പോൾ നമ്മുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ മറുപടി ഉണ്ടാകണം. ഹല്ലേലൂയ. ഇങ്ങനെ ദൈവസഭ പ്രാർത്ഥിച്ചപ്പോൾ മത തീവ്രവാദിയായ മനുഷ്യനെ കർത്താവ് സ്നേഹത്തിന്റെ സന്ദേശവാഹകനാക്കി. ആ മനുഷ്യൻ എഴുതിയ ലേഖനമാ ഫിലിപ്പിയ ലേഖനം. ഞാൻ എൻ്റെ ചിന്തയിലേക്ക് കടന്നു വരട്ടെ. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാ 3-ാമത്തെ അധ്യായം. വിവരിക്കാൻ താല്പര്യമില്ല. 3-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നാം വായിച്ച വാക്യത്തിൽ അവിടെ പറയുക, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് ഈ പദം പറയുന്നത് ഫിലിപ്പിയിലെ വിശ്വാസികളോടാണ്. താനിത് പറയുമ്പോൾ റോമൻ പൗരത്വത്തിൻ്റെ പദവി എന്തെന്ന് നന്നായി അറിയുന്ന ഒരു കൂട്ടം ആൾക്കാരോടാണ് താൻ ഈ ഭാഗം പറയുന്നത്. എന്താണ് റോമൻ പൗരത്വത്തിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഫിലിപ്പിയിലെ പട്ടണത്തിൽ താമസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അതിൻ്റെ ആഴം എന്തെന്ന് തനിക്ക് കൃത്യമായി മനസ്സിലാക്കും. റോമിൽ നിന്ന് വളരെയധികം ദൂരെ സ്ഥിതി ചെയ്യുന്ന മാസിഡോണിയയിൽ അല്ലെങ്കിൽ ഗ്രീസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ഫിലിപ്പി. ഗ്രീസിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണെങ്കിൽ പോലും റോമിൻ്റെ എല്ലാ അവകാശങ്ങളും അനുഭവിച്ച് മുൻപോട്ട് പോകുന്നവരാ ഫിലിപ്പിയയിലെ ഈ വ്യക്തികൾ എന്ന് പറയുന്നത്. റോമൻ കോളനിയാണ് ഫിലിപ്പിയ പട്ടണം. റോമൻ കോളനിയിലെ ഫിലിപ്പിയ പട്ടണത്തിൻ്റെ പ്രത്യേകത, ഇവിടെ ചലിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നടത്തപ്പെടുന്നത് റോമൻ നിയമങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം, റോമൻ വസ്ത്രധാരണങ്ങൾ ഈ പട്ടണത്തിൻ്റെ പതിവ് ശൈലിയാണ്. റോമൻ ഭാഷ ഈ പട്ടണത്തിൻ്റെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ റോമൻ പൗരന്മാർക്ക് ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളും എല്ലാ പ്രിവിലേജും ലഭിക്കുന്നവരാണ് ഈ പട്ടണത്തിൽ താമസിക്കുന്നവർ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവിടെ താമസിക്കുന്ന ഏത് റോമൻ പൗരനും റോമ ഗവൺമെന്റിന്റെ സകലവിധ സുരക്ഷിതത്വവും നൽകുന്നു. ഇത്രയെല്ലാം പ്രിവിലേജസ് എന്താണെന്ന് കൃത്യമായി അറിയാവുന്നവരോട് അപ്പോസ്തലനായ പൗലോസ് പറയുക, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു എന്ന. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ തരത്തിലുള്ള പ്രിവിലേജും റോമൻ പൗരന്മാർക്ക് കിട്ടാറുണ്ട്. 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറയാം. എന്താണ് 1-2 പ്രിവിലേജ്? ഒന്നാമത്തെ പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ റോമൻ പൗരന്മാരെ ക്രൂശിൽ തറയ്ക്കാൻ യാതൊരു അവകാശവുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സീസറിനടുത്തേക്ക് യാതൊരു അപ്പീലുമില്ലാതെ കയറിപ്പോകുവാനുള്ള അവകാശമുണ്ട്. ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്, ലാൻഡ് റൈറ്റ്സ് ഉണ്ട്, ബിസിനസ് റൈറ്റ് ഉണ്ട്, എക്കണോമിക്കലും സോഷ്യലുമായ അഡ്വാൻറ്റേജ് ഉണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ പ്രൈഡ് ഉണ്ട്. ഞാൻ റോമ പൗരക്കാരൻ ആണ് എന്ന് പറയുന്നത്. ഈ അർത്ഥത്തിൽ ജീവിക്കുന്ന ആ ഫിലിപ്പിയിലുള്ള പ്രിയപ്പെട്ടവരോട് പറയുക,
റോമിൻ്റെ പൗരത്വത്തിൻ്റെ പ്രിവിലേജ് എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അതുപോലെ അതിനേക്കാട്ട് ശ്രേഷ്ഠമായ ഒരു പ്രിവിലേജ് നമുക്കുണ്ട്. കാരണം നാം എന്ന് പറയുന്നത് സ്വർഗത്തിലെ പൗരന്മാരാണ്. താൻ അതിനെ ഒന്നും കൂടെ ചേർത്ത് ഇങ്ങനെ പറയുന്നത്, റോമിൽ അല്ലാഞ്ഞിട്ടും നിങ്ങൾ ഗ്രീസിൽ താമസിച്ചുകൊണ്ട് മാസിഡോണിയയിൽ താമസിച്ചുകൊണ്ട് റോമിൻ്റെ പദവികൾ അല്ലെങ്കിൽ പ്രിവിലേജസ് എല്ലാം അനുഭവിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോഴും നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ ആകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുക. ഇനി ആ ഭാഗത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത ചില നിമിഷങ്ങൾക്കുള്ളിൽ വേഗത്തിൽ ആ ഭാഗത്തെ പറഞ്ഞെന്ന് അവസാനിപ്പിക്കണം. എങ്ങനെയാണ് ഈ റോമ പൗരത്വം ലഭിക്കുവാനിടയായിത്തീരുന്നത്? റോമ പൗരത്വം ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞു. രാഷ്ട്രത്തിന്റെ നടുവിൽ, സമൂഹത്തിന്റെ നടുവിൽ റോമ പൗരൻ എന്ന് പറയുന്നത് സാമൂഹികപരമായി സ്റ്റാറ്റസിനെ ഉയർന്നൊരു കാര്യമാണ്. അങ്ങനെയുള്ള ആ റോമ പൗരത്വം എങ്ങനെയാണ് ലഭിക്കുന്നത്? പ്രധാനമായും അന്നത്തെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചാൽ 3 രീതിയിലാണ് റോമ പൗരത്വം ലഭിക്കുവാനിടയായിത്തീരുന്നത്. ഈ 3 രീതിയിൽ ഏതെങ്കിലും ഒരു കാര്യം മതി പൗരത്വം നേടാൻ വേണ്ടി. 1-2 കാര്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ പ്രധാനമായും 3 ചിന്തകൾ നിങ്ങളുടെ മുൻപിൽ കോരിയിടുവാൻ താല്പര്യപ്പെടുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നു വരുമ്പോൾ 22-ാം അധ്യായം അതിൻ്റെ 27-28 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ കാണുന്നത്, സഹസ്രാധിപൻ വന്ന് നീ റോമ പൗരൻ തന്നെയോ എന്നോട് പറക എന്ന് ചോദിച്ചതിന് അതെ എന്നവൻ പറഞ്ഞു. ഞാൻ ഏറിയ മുതൽ കൊടുത്ത് ഈ പൗരത്വം സമ്പാദിച്ചു എന്ന് സഹസ്രാധിപൻ പറഞ്ഞതിന് ഞാനോ അങ്ങനെ ജനിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുക. അപ്പൊ ശ്രദ്ധിക്കണമേ, അപ്പോസ്തലനായ പൗലോസും സഹസ്രാധിപനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, സഹസ്രാധിപൻ 1000 പേർക്ക് അധിപനായ വ്യക്തി. ഈ വ്യക്തി പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് ഈ പൗരത്വം നേടിയെന്നറിയാമോ? ഏറിയ മുതൽ കൊടുത്താണ് ഞാൻ ഈ പൗരത്വം നേടിയത്. അപ്പോൾ പൗരത്വം, റോമൻ പൗരത്വം നേടാൻ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വലിയ മുതൽ മുടക്കി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? റോമ പൗരത്വം നേടാൻ കഴിയുകയുള്ളൂ. ഒന്നും കൂടെ പറയാം, മുതൽ മുടക്കിയെങ്കിൽ മാത്രമേ റോമ പൗരത്വം നേടാൻ കഴിയത്തുള്ളൂ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് താൻ പറയുക, ഞാനോ അങ്ങനെ തന്നെ ജനിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തത് മുതൽ മുടക്കിയതാണെങ്കിൽ രണ്ടാമത്തെ കാര്യം പൗലോസ് പറയുക, മുതൽ മുടക്കിയല്ല, ഞാൻ അങ്ങനെ ജനിച്ചിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനനം കൊണ്ട് റോമ പൗരത്വം നേടാമെന്നുള്ളതാണ്. ഒന്ന്, മുതൽ മുടക്കി റോമ പൗരത്വം നേടാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ ജനിച്ചത് കൊണ്ട് റോമ പൗരത്വം നേടാൻ കഴിയും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രതിഫലമായി ലഭിക്കുന്നതാണ് റോമ പൗരത്വം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചക്രവർത്തിക്കും കരുണ തോന്നി, ഒരു മനുഷ്യനോട് സഹതാപം തോന്നി, കരുണ തോന്നി അവന് ദാനമായി നൽകുന്നതാണ് ഈ പൗരത്വം എന്ന് പറയുന്നത്. അത് കിട്ടുവാൻ തന്നെ വളരെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. ചരിത്ര പുസ്തകം നിങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ജൂലിയസ് സീസർ എന്ന് പറയുന്ന റോമൻ എംപറർ ആയിരുന്ന സമയത്ത് അന്തിപ്പാത്ര എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് കരുണ തോന്നി ഇങ്ങനെ ഈ റോമ പൗരത്വം കൊടുത്തതായിട്ട് കാണുന്നത്. അപ്പോൾ ഈ 3 രീതിയിലാണ് പൗരത്വം നേടാൻ കഴിയുന്നത്. ഒന്ന് ചേർന്ന് പറഞ്ഞ് മുതൽ മുടക്കി നമുക്ക് പൗരത്വം നേടാം. 2, അങ്ങനെ ജനിച്ചുകൊണ്ട് പൗരത്വം നേടാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കനിവ് തോന്നി എന്ത് ചെയ്യാം? പൗരത്വം നേടാം. അപ്പോൾ ഈ 3 രീതിയിലാണ് റോമ പൗരത്വം ലഭിക്കുന്നത്. എന്നാൽ പൗലോസോട് പറയുക, നമ്മുടെ പൗരത്വമോ ചേർന്ന് പറഞ്ഞ് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. അപ്പോൾ എന്താ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? ഫിലിപ്പിയർ വിശ്വാസിയോട് പറയുക, ഈ 3 രീതിയിലൂടെ മാത്രമേ നിങ്ങൾക്ക് റോമ പൗരത്വം കിട്ടുവാൻ കഴിയുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. ഇതിലേതെങ്കിലും ഒന്ന് മതി ഈ പൗരത്വം നേടാൻ വേണ്ടി. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുക, നമ്മുടെ പൗരം സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ പൗരത്വം നേടണമെങ്കിൽ ഈ 3 കാര്യവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിരിക്കണം. അതായത് ഇതിന് പുറകിൽ ഒരു മുതൽ മുടക്കുണ്ട്. അത് രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ജനിക്കണം. മൂന്നാമത്തെ കാര്യം, ഇത് സൗജന്യമായി ലഭിക്കുന്നതാ.
അപ്പോൾ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സെൻട്രൽ കൺവെൻഷൻ നടത്തിയതിൻ്റെ ഉദ്ദേശം ഞങ്ങൾക്കിവിടെ വന്ന് ഒരുമിച്ച് കൂടിയിരിക്കാൻ മാത്രമല്ല, ആരാധിപ്പാൻ മാത്രമല്ല, ഈ ഭാരതത്തിൻ്റെ, ഈ ദേശത്തിൻ്റെ പൗരത്വം നമുക്കുള്ളപ്പോൾ അതിൻ്റെ എല്ലാ പ്രിവിലേജും നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെ ഈ രാത്രിയിലെ കൺവെൻഷൻ ഒരു ആഹ്വാനമാണ്. ആ ആഹ്വാനം ഏതെന്നറിയാമോ? ഇവിടുത്തെ പൗരത്വം കൂടെ തീരുന്നതല്ല മനുഷ്യന്റെ ജീവിതം. ഇതിനപ്പുറത്ത് മറ്റൊരു പൗരത്വം ആവശ്യമാ. മരണത്തിന് ശേഷം മറ്റൊരു ജീവിതം ആവശ്യമാ. ആ മരണത്തിന് ശേഷം ജീവിക്കണമെങ്കിൽ അത് സ്വർഗത്തിലെ പൗരത്വം ആവശ്യമാ. ഇന്ന് രാത്രി ഈ കൺവെൻഷന്റെ പ്രഥമ യാത്രയിൽ, ഇന്ന് രാത്രി ശബ്ദത്തിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെയോ, ഇവിടം കൊണ്ട് തീരുന്നതല്ല മനുഷ്യന്റെ ജീവിതം. ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലേക്ക് കടക്കണമെങ്കിൽ നാം സ്വർഗത്തിലെ പൗരത്തിന് അവകാശികളായി മാറണം. അപ്പൊ 3 ക്രൈറ്റീരിയ കൊണ്ട് റോമൻ പൗരത്വം നേടാം. എന്നാൽ ഈ പൗരത്വം നേടാൻ, സ്വർഗത്തിലെ പൗരത്വം നേടാൻ 3 കാര്യവും ഒരുമിച്ച് വേണം. വേഗത്തിൽ അത് ചിന്തിച്ച് വാക്കുകൾ അവസാനിപ്പിക്കാം. ഒന്നാമത്തത്, ഇതിനൊരു മുതൽ മുടക്കണം. എന്താണ് സ്വർഗത്തിലെ പൗരത്വത്തിന്റെ മുതൽ മുടക്കൽ? സഹസ്രാധിപൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഏറിയ മുതൽ മുടക്കിയ ഈ പൗരത്വം നേടിയത്. എന്നാൽ സ്വർഗത്തിലെ പൗരത്വം നേടുവാൻ ഒരു മുതലുണ്ട്, ഒരു മുതൽ മുടക്കി. അതെന്താണെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തമെന്ന മുതലാണ്. അപ്പൊ സ്വർഗത്തിലെ പൗരത്വം നേടാൻ നമുക്ക് വേണ്ടി മുതൽ മുടക്കിയത് മറ്റൊന്നുമല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തമാണ്. എന്താ ഈ രക്തത്തിന്റെ പ്രത്യേകത? നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യന്റെ പാപത്തെ കഴുകിക്കളയാൻ ഇന്ന് ഈ ലോകത്തിൽ മറ്റൊന്നിനും കഴിയുകയില്ല. മനുഷ്യന്റെ പാപത്തെ കഴുകിക്കളയാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ പുണ്യാക രക്തമാണ്. എന്താ ഈ രക്തത്തിന്റെ പ്രത്യേകത? പല പ്രത്യേകതകളുണ്ട്. 2 പ്രത്യേകത ഞാൻ വേഗത്തിൽ പറയാം. ഒന്നാമത്തെ പ്രത്യേകത, മനുഷ്യന്റെ പാപത്തെ കഴുകിക്കളയാൻ. അതെന്താ? മനുഷ്യന്റെ പാപത്തെ കഴുകിക്കളയാൻ രക്തം കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്ന്. കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ പാപം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. പാപം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ പ്രവൃത്തിയിൽ ഒതുങ്ങുന്നതല്ല പാപം എന്ന് പറയുന്നത്. മറിച്ച് പാപം എന്ന് പറയുന്നത് മനുഷ്യന്റെ അവസ്ഥയാ. ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ, തിന്മയോടുള്ള മനുഷ്യന്റെ ആഗ്രഹമാണ് പാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്ന ഒരു വാചകമുണ്ട്, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിട്ടും പലപ്പോഴും അതെന്തായി മാറുക? തിന്മയായി മാറുക. അപ്പോൾ എന്താ പാപം? പാപം എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രവൃത്തിക്കകത്ത് ഒതുങ്ങുന്ന ഒന്നല്ല. പാപം എന്ന് പറയുന്നത് മനുഷ്യന്റെ അവസ്ഥയാ. ഈ അവസ്ഥയെ മാറ്റുവാൻ ലോകത്തിലെ ഒരു കർമ്മങ്ങൾക്കും കഴിയുകയില്ല. ഈ അവസ്ഥയെ മാറ്റുവാൻ ലോകത്തിലെ ഒരു ആചാരങ്ങൾക്കും കഴിയുകയില്ല. കടലിലെ വെള്ളം മുഴുവനും കൊണ്ടുവന്ന് അതിനകത്ത് കുളിച്ചാൽ പോലും മനുഷ്യന്റെ ഈ അവസ്ഥയെ മാറുകയില്ല. കാരണം ഇത് മനുഷ്യന്റെ പുറത്തല്ല ഉണ്ടാകുന്നത്, മനുഷ്യന്റെ അകത്ത. ഈ അകത്ത് രൂപാന്തരം വരുത്തുവാൻ, പാപത്തെ കഴുകിക്കളയുവാൻ ഇന്ന് ലോകത്തിൽ മറ്റൊരു ആചാരങ്ങൾക്കും കഴിയാത്തപ്പോൾ, അനുഷ്ഠാനങ്ങൾക്കും കഴിയാത്തപ്പോൾ, ഇന്ന് രാത്രിയിൽ ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഞങ്ങൾ വിളിച്ചു പറയാം, പാപത്തെ കഴുകിക്കളയുവാൻ ഏക മാർഗം എന്ന് പറയുന്നത് അത് കർത്താവായ യേശുവിന്റെ രക്തമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവമക്കളെ, മനുഷ്യനെ രക്ഷിപ്പാൻ, മനുഷ്യന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ഈ ലോകത്തിൽ മറ്റൊന്നിനും കഴിയുകയില്ല. ഈ ഞാലിയാകുരുടെ ഹൃദയഭാഗത്ത് ഈ മൈക്കും വെച്ച് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇത് പറയുന്നത് സാമ്പത്തികമായി ഞങ്ങൾക്കുള്ളത് കൊണ്ടല്ല, മറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, മനുഷ്യന് രൂപാന്തരം നൽകുവാൻ, അവന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ, അവന്റെ പാപത്തെ കഴുകിക്കളയുവാൻ ഈ ലോകത്തിലെ ഒരു കർമ്മങ്ങൾക്കും ഒരാചാരങ്ങൾക്കും കഴിയാത്തപ്പോൾ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത്, ഞങ്ങൾക്ക് മാറ്റമുണ്ടായത്, ഞങ്ങൾ വിടുവിക്കപ്പെട്ടത് മറ്റൊരാളുടെ വാക്കിനകത്തല്ല, ഞങ്ങളെ ശുദ്ധീകരിച്ച യേശുവിന്റെ രക്തമാ. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്ന ദൈവമക്കൾ, ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
അതുകൊണ്ട് ഞാൻ ഒരു ദൈവദാസൻ എന്നല്ല ഇവിടെ പറയാം, നിങ്ങളുടെ പാപം എത്ര കടുംചുമപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ, നിങ്ങളുടെ പാപം എത്ര കടുംചുമപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന ഒറ്റ പുണ്യാക രക്തം, അത് യേശുവിന്റെ രക്തമാ. കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ യേശുവിന്റെ രക്തമാ. ഇന്ന് രാത്രി ഈ ശബ്ദത്തിനകത്ത് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്തുമായിക്കോട്ടെ, എത്ര പാപത്തിന്റെ പടുകുഴി കിടക്കുന്നവരായിക്കോട്ടെ, എന്നാൽ ഇന്ന് രാത്രി നിങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന, നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഏക രക്തം യേശുവിന്റെ രക്തമാ. ഹല്ലേലൂയ. ഈ സുവിശേഷം പറയാനാ വാകത്താനത്ത് ഇങ്ങനെ സെൻട്രൽ കൺവെൻഷൻ. ഈ രക്ഷയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാനാ ഈ സെൻട്രൽ കൺവെൻഷൻ നടത്തിയത്. അതാ കർത്താവിന്റെ ദാസനോട് പറഞ്ഞത്, മറ്റാരുടെ പേരല്ല ഇവിടെ ഉയരേണ്ടത്, രക്ഷിക്കാൻ കഴിയുന്ന രക്ഷിതാവിന്റെ പേരാ, രക്ഷിക്കാൻ കഴിയുന്ന രക്ഷിതാവിന്റെ പേരാ. അതുകൊണ്ടാണ് ഈ ഉച്ചശ്രേണി ഞങ്ങൾ വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഇന്ന് രാത്രി മാറ്റം വരുത്താൻ ദൈവം കഴിയും. ഇന്ന് രാത്രി നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയും. പാപത്തിന്റെ പടുകുഴി നിങ്ങളെ കോരിയെടുക്കാൻ കഴിയുന്നത് ഏക രക്തം, യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത, പാപത്തെ കഴുകിക്കളയാൻ കഴിയും. രണ്ടാമത്തെ ഈ രക്തത്തിന്റെ പ്രത്യേകത, ഇത് പ്രായശ്ചിത്ത രക്തമാണ്. എന്താ ആ വാക്കിന്റെ അർത്ഥം? ഇംഗ്ലീഷ് അപ്രീഷിയേഷൻ എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ശമിപ്പിക്കുക, തൃപ്തിപ്പെടുത്തുക. എന്താ അവിടെ നമ്മൾ കാണുന്നത്? റോമാലേഖനം 3-ാം അധ്യായത്തിൽ നമുക്ക് വാക്യം വായിക്കാൻ സമയമില്ലാത്തത് ഞാൻ വിടുക. പ്രായശ്ചിത്തമാണ്. എന്താ പ്രായശ്ചിത്തം എന്ന് പറയുന്നതിന് അർത്ഥം? പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എന്റെ രക്തം ഒഴുകേണ്ടത്, ഞാൻ മരിക്കേണ്ടടുത്ത് എനിക്ക് പകരമായി യേശുവിന്റെ രക്തം അവിടെ നമുക്ക് വേണ്ടി ഒഴുകി. ഞാൻ അതിനെ ഒന്നും കൂടെ ചേർത്ത് പറയാം. ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിപ്പാൻ മറ്റൊരു രക്തങ്ങൾക്കോ ആചാരങ്ങൾക്കോ മറ്റൊന്നിനും കഴിയാതിരുന്നപ്പോൾ ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിപ്പാൻ കഴിഞ്ഞത് യേശുക്രിസ്തുവിന്റെ പുണ്യാക രക്തമാണ്. എന്താ ദൈവത്തിന്റെ കോപം? ദൈവത്തിന്റെ കോപം എന്ന് പറയുന്നത് പാപത്തോടുള്ള കോപമാണ്. ദൈവത്തിന്റെ പാപത്തോടുള്ള കോപത്തെ ശമിപ്പിപ്പാൻ കഴിഞ്ഞത് യേശുക്രിസ്തുവിന്റെ രക്തം മാത്രമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയുന്നത്? അപ്പോൾ ഒരു ചിന്ത നമുക്കകത്ത് വരാം, പാപത്തെ ക്ഷമിപ്പാൻ അല്ലെങ്കിൽ ശമിപ്പിപ്പാൻ, തൃപ്തിപ്പെടുത്താൻ ഒരു ശകലം രക്തം കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണോ കർത്താവായ യേശുക്രിസ്തു? അല്ലേ? അല്ല. കാരണം മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ഈ ലോകത്തിലെ മറ്റൊന്നിനും കഴിയാതിരുന്നപ്പോൾ, ക്രിയകൾക്ക് കഴിയാതിരുന്നപ്പോൾ ദൈവം തന്നെ അതിന് പരിഹാരമായി വന്നു. ദൈവം തന്നെ പരിഹാരമായി വന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ? ആ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരണമായി തീർന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, എൻ്റെ രക്തം ഒഴുകേണ്ട സ്ഥാനത്ത്, എൻ്റെ കൈകാലുകൾ ക്രൂശിൽ തറയ്ക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി ചൊരിഞ്ഞ ഒരു രക്തം, എനിക്ക് വേണ്ടി പ്രായശ്ചിത്തമായ രക്തം, അതാ യേശുവിൻ്റെ രക്തം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം എത്ര പാപത്തിന്റെ പടുകുഴിയിലാണെങ്കിൽ പോലും യേശുവിൻ്റെ രക്തം നമ്മെ കഴുകിയാൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, നാം നീതീകരിക്കപ്പെട്ടവരായി മാറുക. ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നത് പാപത്തിൽ കിടക്കുന്നവരെ നീതീകരിക്കാൻ വേണ്ടിയാ. ആ നീതീകരണത്തിന് വേറൊരു മാർഗമില്ല, അതിനൊറ്റ മാർഗം യേശുവിന്റെ രക്തം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ രണ്ടാമത്തെ പ്രത്യേകത ഈ രക്തത്തിന്റെ, ഇത് പ്രായശ്ചിത്ത, വിവരിക്കാൻ കുറയുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് പോകുക. രണ്ടാമത്തെ പ്രത്യേകത, ഇത് പ്രായശ്ചിത്തത്തിന്റെ രക്തമാണ്. നിങ്ങൾ നോക്കണമേ, ഈ മുതല് മുടക്കാൻ ലോകത്തിൽ ഒരു മനുഷ്യനും എന്ത് ചെയ്യത്തില്ല. ഇത്രയും വലിയ മുതൽ മുടക്കാൻ ലോകത്തിൽ ഒരു മനുഷ്യനും, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ സാധനങ്ങൾ ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ജനിച്ച നാൾ മുതൽ നമ്മളെല്ലാവരും ശ്വസിക്കുന്നവരാ. അതിൻ്റെ വില എന്തെന്ന് നമുക്ക് പലപ്പോഴും അറിയത്തില്ല. ശ്വാസം മുട്ടി അല്പം പ്രയാസത്തോടെ ഓക്സിജനും കൊടുത്ത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അറിയാം അതിൻ്റെ ബില്ല്, അതിൻ്റെ വില എന്താണെന്ന്. ദൈവം നാം ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ ശ്വസിച്ച ശ്വാസത്തിന് ഒരു ബില്ല് എഴുതിയാൽ നമുക്ക് എവിടെ നിൽക്കാൻ കഴിയും? ഞാൻ പറഞ്ഞതിൻ്റെ ആശയം എന്താണെന്നറിയാമോ?
ഏറ്റവും വിലയേറിയ കാര്യങ്ങൾ ദൈവം നമുക്ക് ദാനമായി നൽകിയതാ എന്ന് പറഞ്ഞാൽ, ഈ പൗരത്വം പ്രാപിപ്പാൻ ഏറ്റവും വലിയൊരു മുതൽ നാം മുടക്കണം. ആ മുതൽ എന്തെന്നറിയാമോ? ഒരു മനുഷ്യന്റെ സർവ സമ്പാദ്യം കൊടുത്താലും ആ മുതൽ ഒരിക്കലും ആകിയില്ല. ആ മുതൽ നമുക്ക് നൽകിയത് കർത്താവായ യേശുവിന്റെ രക്തമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ രക്തത്താൽ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ, നീതീകരിക്കപ്പെട്ട ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അതരത്തെ തുറന്നൊന്ന് സ്തോത്രം ചെയ്തിട്ട് കർത്താവിനോട് നന്ദി പറയുക. ദൈവമേ, എന്നെ രക്ഷിച്ചത്, ഈ പൗരത്വത്തിന് ഉടമയാക്കി മാറ്റിയത് അങ്ങയുടെ രക്തമാ. അതിന് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നുവെന്ന് പറയാൻ ഇന്ന് രാത്രി എത്ര പേർ കഴിയും? അങ്ങനെ പറയുന്നവർ കരത്തെ ഉയർത്തി അതരത്തെ തുറന്നൊന്ന് സ്തോത്രം ചെയ്ത് പറ, കർത്താവേ, ഞങ്ങൾക്ക് ഒരിക്കലും കൊടുക്കുവാൻ കഴിയാത്ത മുതല് അങ്ങ് കൊടുത്തതിനായി സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ ഇതിന്റെ മുതൽ മുടക്ക് സ്വർഗീയ പൗരത്വത്തിന്റെ യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തം. റോമപൗരത്വം രണ്ടാമത്തെ നോക്കണമേ. രണ്ടാമത്തെ ക്രൈറ്റീരിയ, ഞാൻ അതിന് ഓർഡർ ഒന്ന് തിരിച്ചു പറയുക. ഇത് ദയവ് തോന്നി, കനിവ് തോന്നിയാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പൗരത്വം കിട്ടേണ്ടത്. സ്വർഗത്തിലെ പൗരത്വം നമുക്ക് കിട്ടിയതും കനിവ് തോന്നിയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്വർഗത്തിലെ പൗരത്വം നമുക്ക് കിട്ടിയത് കനിവ് തോന്നിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കൊരിക്കലും മുതൽ മുടക്കാൻ കഴിയത്തില്ല. നാം എന്തുമാത്രം പണം കൊടുത്താലും, നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ നൽകിയാലും ഈ മുതല് അതിന് കടക്ക് തീർക്കാൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല, കഴിയുകയില്ല. അതുകൊണ്ട് കർത്താവ് ചെയ്തൊരു കാര്യമുണ്ട്. ഈ പൗരത്വം നമുക്ക് സൗജന്യമായി നൽകി. എൻ്റെ പൊന്ന് ദൈവമക്കളെ, ഇതിനകത്തിരിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം. കനിവ് തോന്നിയ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നത്, കനിവ് തോന്നിയ ഇന്ന് രാത്രി ഇതിനകത്ത് സ്തോത്രം പറയുന്നത്, യേശു നമ്മോട് കാണിച്ച കനിവ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നത്, അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ട്. പറ, ഇതിന് ഞാൻ യോഗ്യനല്ലായിരുന്നു, പക്ഷെ സ്വർഗത്തിലെ പൗരത്വം എന്നെ നൽകുവാൻ വേണ്ടി എൻ്റെ ദൈവം എന്നോട് കനിവ് തോന്നിയെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ആ കരങ്ങളെ ചേർത്തടിച്ച് ഒന്ന് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. അവിടെ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒന്ന്, ഏറ്റവും വലിയ മുതൽ ആര് മുടക്കി? കർത്താവായ യേശു മുടക്കി. രണ്ടാമത്തെ ക്രൈറ്റീരിയ, അവൻ നമ്മോട് എന്ത് ചെയ്തു? കരുണ തോന്നി. മൂന്നാമത്തേതാ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ പറയുക, റോമൻ പൗരത്വം കിട്ടണമെങ്കിൽ നീ അങ്ങനെ എന്ത് ചെയ്യണം? ജനിക്കണം. ശ്രദ്ധിക്കണമേ, സ്വർഗീയ പൗരത്വം ലഭിക്കണമെങ്കിൽ പോലും നാം എന്ത് ചെയ്യണം? നാം ജനിക്കണം. ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ജനിക്കണം. എന്താ ഇവിടെ ജനനമെന്ന് അർത്ഥമാക്കുന്നത്? ഉദരത്തിൽ നിന്നുള്ളൊരു ജനനത്തിനെ അല്ല കുറിച്ച് ഇവിടെ പറയുന്നത്. സ്വാഭാവികമായ ഒരു ജനനമല്ല പറയുന്നത്, മറിച്ച് ആത്മാവിൻ്റെ ജനനമെന്ന്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പൊ സ്വർഗീയ പൗരത്വം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം. ഈ സുവിശേഷ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായുള്ള വളരെ വേഗത്തിൽ ഞാനത് പറഞ്ഞൊന്ന് അവസാനിപ്പിക്കണം. ശ്രദ്ധിക്കണമേ, ഈ വീണ്ടും ജനിക്കാത്ത ഒരുവന് എന്ത് ലഭിക്കയില്ല? സ്വർഗീയ പൗരത്വം ലഭിക്കുകയില്ല. എന്താ വീണ്ടും ജനനം എന്ന് പറയുന്നത്? ഒറ്റ വാക്യത്തിൽ നമുക്കിങ്ങനെ പറയാം, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ഏവനും ദൈവമക്കളായി തീരുവാനുള്ള അവകാശം ലഭിച്ചു. അപ്പോൾ വീണ്ടും ജനനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇങ്ങനെയുള്ളൂ, യേശുവിനെ ആരാണെന്ന് പറയണം? എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവുമാണെന്ന് ഹൃദയത്തിൽ സ്വീകരിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുന്നവൻ എല്ലാവരും ആരായി മാറും? ദൈവമക്കളായി തീരുവാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു വാക്ക് പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ എന്താകുന്നു? പുതിയ സൃഷ്ടിയാകുന്നു. അടുത്ത വാക്യം അറിയാവുന്നവർ ചേർന്ന് പറഞ്ഞേ, പഴയത് എന്ത് ചെയ്തു? കഴിഞ്ഞുപോയി. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ എന്തായി മാറുകയാ?
പുതിയ സൃഷ്ടിയായി മാറുക. എന്താ ഈ പുതിയ സൃഷ്ടി കൊണ്ട് അവിടെ ചിന്തിക്കുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് സ്വാഭാവികമായ ഒരു ജനനമല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തെ പഠിച്ചാൽ 3 ഘടകങ്ങളാണ്: ദേഹി, ദേഹം, ആത്മാവ്. 3 ഘടകങ്ങളാണ്. ഈ 3 ഘടകങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ ദേഹം, ദേഹി, ആത്മാവും 3ഉം കൂടെ ചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ ആയി മാറുന്നത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ദേഹം ഈ പൊടിയിലേക്ക് തിരിയുക, ആത്മാവ് അതിന് നൽകപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് പോകുക. എന്നാൽ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് അത് ദേഹിയായി മാറുന്നത്. സംഭവിക്കുന്ന ഒരു കാര്യം, മനുഷ്യന്റെ ജീവിതത്തിൽ ആത്മീക മരണം സംഭവിച്ചാൽ സംഭവിക്കുന്നത് ആത്മാവല്ല അവനെ നിയന്ത്രിക്കുന്നത്, മറിച്ച് ദേഹമാണ് അവനെ നിയന്ത്രിക്കുന്നത്. ഞാൻ അതിനെ ഒന്നും കൂടെ ഒന്ന് തെളിയിച്ച് പറയാം. ആദിമ മാതാപിതാക്കളെ നിങ്ങൾ നോക്കിക്കേ. അവർ പാപത്തിന് മുൻപ് ജീവിച്ചപ്പോൾ ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിലാണ് ജീവിച്ചത്. എന്നാൽ അവർ പാപത്തിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. അവർ നഗ്നരെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യുക? ഒളിച്ചു മാറുക. അപ്പോൾ എന്തോ ഈ ആദി മാതാപിതാക്കൾ സംഭവിച്ചത് മറ്റൊന്നുമല്ല. കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്: നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാൾ നിങ്ങൾ എന്ത് ചെയ്യും? മരിക്കും. പക്ഷെ പാപം ചെയ്തപ്പോൾ, വൃക്ഷത്തിന്റെ ഫലം തിന്നപ്പോൾ അവരെന്ത് ചെയ്തില്ല? അക്ഷരികമായി മരിച്ചില്ല, മറിച്ച് അവർ മരിച്ചത് ആന്തരികമായ. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആത്മാവിന്റെ മരണം സംഭവിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, പിന്നീട് അവനെ ജഡമാണ് നയിക്കുന്നത്. ആ ജഡത്തിൽ നിന്ന് ആത്മാവിന്റെ ജീവങ്ങളിലേക്ക് അവനെ കൊണ്ടുവരുന്ന ഒന്നാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് യേശു ജനിച്ചില്ല എങ്കിൽ അവനെ മുൻപോട്ട് നയിക്കുന്നത് ജഡമാണ്, അവനെ നയിക്കുന്നത് ആത്മാവല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നാം ജഡത്തിന് അനുസരിക്കുന്നവരല്ല, മറിച്ച് നമ്മുടെ അകത്ത് ഒരാത്മാവിന്റെ ജനനം നടക്കണം. നമ്മുടെ അകത്തൊരാത്മാവിന്റെ ജനനം നടക്കണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഇരിക്കുന്ന ഇടത്തു നിന്നുകൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി: യേശുവേ, അങ്ങന്റെ രക്ഷിതാവാണെന്നും അങ്ങന്റെ കർത്താവാണെന്നും ഞാൻ വായികൊണ്ട് ഏറ്റു പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന കാര്യം, അവന്റെ മരിച്ച ആത്മാവിനെ ദൈവം എഴുന്നേൽപ്പിക്കുക. പൗലോസ് പറയുക, നാം വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? സ്വർഗരാജ്യത്തിൽ, അല്ലെങ്കിൽ സ്വർഗീയ പൗരത്തിന് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? അവകാശികളായി മാറുകയുള്ളൂ. ഇതൊന്ന് വേഗത്തിൽ തെളിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനമാക്കാം. നിങ്ങൾ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. 3-ാം അധ്യായത്തിൽ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാം, ഒരു പ്രമാണിയായ മനുഷ്യൻ. ആരാണ് നിക്കോദിമോസ്? ആ കാലഘട്ടത്തിലെ പ്രധാന 3 പ്രമാണികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമാണിയാ നിക്കോദിമോസ്. ഇദ്ദേഹം കർത്താവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്: ദൈവമേ, തന്നോടുകൂടെ ഇല്ല എങ്കിൽ ഈ ചെയ്യുന്ന അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ യേശു അവനോട് പറഞ്ഞൊരു പദം ഇങ്ങനെ, യേശു അവനോട് പറയുക, ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. യേശു ഈ പ്രമാണിയോട് പറഞ്ഞ ഒരു ഒറ്റ പദം ഇതാ: പുതിയതായി ജനിച്ചില്ല എങ്കിൽ നിനക്ക് എന്ത് കാണാൻ കഴിയുകയില്ല? ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. എന്താ യേശു ഇവിടെ പറയുന്നത്? ഇത് പറഞ്ഞപ്പോൾ നിക്കോദിമോസിന് മനസ്സിലായില്ല. താൻ ചോദിക്കുന്ന ഒരു ചോദ്യമാ, ഈ സമയത്തും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ യേശുവിനോട് പറയുക, ന്യായപ്രമാണത്തിൽ അഗ്രഗണ്യനായിട്ടും നിനക്കിതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ലയോ? യേശുവിടെ പറഞ്ഞ 2 പദങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാ. യേശു പറയുകയാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. അപ്പോൾ യേശു വീണ്ടും ജനനം എന്താന്ന് കൃത്യമായി പറയുക. യേശു പറയുക, വെള്ളത്താലും ആത്മാവിനാലും. ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനാലും വചനത്താലും ജനിക്കാത്ത ഒരുവന് എവിടെ കടക്കാൻ കഴിയുകയില്ല? സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനത്താലും പരിശുദ്ധാത്മാവിനാലും ജനിക്കാത്ത ഒരുവനും സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ല. ഇത് പറഞ്ഞപ്പോൾ യേശുവോട് പറയുക, ആത്മാവിനാലും വെള്ളത്താലും എന്ത് ചെയ്യണം? ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ല. തുടർന്ന് നിങ്ങളുടെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ യേശുവോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട്. ആ വാക്കിങ്ങനെ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും നിക്കോദിമോസിന് മനസ്സിലായില്ലെങ്കിൽ പോലും
ഈ ഭാഗം പറഞ്ഞപ്പോൾ നിക്കോദിമോസിന് മനസ്സിലായി. കാരണം ന്യായപ്രമാണത്തിൽ അഗ്രഗണ്യന, സംഖ്യാപുസ്തകത്തിൽ നടന്ന ഈ വിഷയങ്ങളെ താൻ പറയുകയാണ്. ദൈവത്തോട് പാപം ചെയ്തപ്പോൾ അഗ്നിസർപ്പത്തിന്റെ കടി കൊണ്ടപ്പോൾ അവരെ രക്ഷിപ്പാൻ മോശയോട് ദൈവത്തിന്റെ ആത്മ പറയുക, നീ ഒരു താമ്രസർപ്പത്തെ ഉയർത്തണം, ഈ സർപ്പത്തെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഇത് അറിയാവുന്ന നിക്കോദിമോസിനോട് പറയുക, നീ ആരെയാണ് ഉയർത്തേണ്ടെന്നറിയാമോ? യേശു ക്രിസ്തുവിനെ നീ എന്ത് ചെയ്യണം? ഉയർത്തണം. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, വീണ്ടും ജനിക്കണമെങ്കിൽ മറ്റൊരു മാർഗവുമില്ല, നീ ഉയർത്തേണ്ടത് യേശു ക്രിസ്തുവിനെയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉയർത്തേണ്ടതാകുന്നു. ഞാനൊരു വാക്ക് അവിടെ പറഞ്ഞിട്ട് പോകാം. യേശു പറഞ്ഞത് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ആരെ ഉയർത്തണമെന്നാ? യേശുവിനെ എന്ത് ചെയ്യണം? മനുഷ്യപുത്രനെ എന്ത് ചെയ്യണം? എന്നാൽ ഈ കാലങ്ങളിൽ പല ദുരുപദേശങ്ങളും വന്നിട്ട് യേശുവിനെ അല്ല ഉയർത്തുന്നത്, മറ്റു പലതിനെ ഉയർത്തുന്നത്. എന്നാൽ കൃത്യമായി യേശു പറയുക, ആരെയാ ഉയർത്തേണ്ടത്? മനുഷ്യപുത്രനെയാ ഉയർത്തേണ്ടത്. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം അടിവരയിട്ട് പറയാം. രക്ഷിക്കപ്പെടുവാൻ, വീണ്ടും ജനിക്കുവാൻ ഒരു മാർഗവുമില്ല, മറ്റൊരു ദൈവവുമില്ല. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ ഹൃദയത്തിനകത്ത് ആ വാക്യമുണ്ടെങ്കിൽ ചേർന്ന് പറയുക, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറെ ഒരു നാമമില്ല. ആ നാമമാണ് യേശു എന്ന നാമം. അങ്ങനെയെങ്കിൽ യേശു അവിടെ പറയുക, നീ രക്ഷപ്പെടാൻ, വീണ്ടും ജനനം പ്രാപിക്കാൻ, സ്വർഗത്തിലെ പൗരനായി മാറാൻ നീ ഒരാളിലേക്ക് നിന്റെ കണ്ണുകളെ ഉയർത്തണം. അതാരിലേക്കാണെന്നറിയാമോ? മനുഷ്യപുത്രനിലേക്ക് നിന്റെ കണ്ണുകളെ ഉയർത്തണം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ദേശത്തോട് ഞങ്ങളൊരു ദൈവദാസന്മാർ ഞങ്ങൾ വിളിച്ചു പറയുന്ന ഒരൊറ്റ കാര്യം, രക്ഷിക്കപ്പെടാൻ വേറൊരു വാതിലില്ല കേട്ടോ. രക്ഷിക്കപ്പെടാൻ വേറൊരു മാർഗമില്ല. രക്ഷ പ്രാപിപ്പാൻ വേറൊരു മാർഗമില്ല. രക്ഷ പ്രാപിപ്പാൻ ഉലക ചരിത്രത്തിൽ ഒറ്റ മാർഗം, അത് യേശുവിൻ്റെ നാമമാ. അത് യേശുവിൻ്റെ നാമമാ. ഇന്ന് രാത്രി ആ നാമത്തെ ഉയർത്താൻ കഴിയുന്ന ദൈവമക്കൾ ആത്മാവിലൊന്ന് അതരങ്ങളെ തുറന്നു പറ. രക്ഷിക്കപ്പെടുവാൻ ഈ ലോക ചരിത്രത്തിൽ ഏക നാമം എന്ന് പറയുന്നത് അത് യേശുവിൻ്റെ നാമമോ. ഇനി വേഗത്തിൽ എന്നെ ശ്രദ്ധിച്ചേ. യേശു പറയുക, മനുഷ്യപുത്രനെ എന്ത് ചെയ്യണം? ഉയർത്തണം. ഏത് മനുഷ്യപുത്രനെ ഉയർത്തേണ്ടത്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ, കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ യേശുവിലേക്ക് കണ്ണുകളെ ഉയർത്തണം. ഈ യേശു കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാക്കണം. വേഗത്തിൽ 2-3 മിനിറ്റുള്ള ആ ചിന്തകളെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ 3 സ്ഥലങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വേഗത്തിൽ വരണം. ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഗെത്സമന എന്ന സ്ഥലമാണ്. ആ സ്ഥലത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു അവിടെ പിടിക്കപ്പെട്ടു, ഗെത്സമനയിൽ പിടിക്കപ്പെട്ടു. എൻ്റെ വാക്കിൽ പറഞ്ഞാൽ പിടിക്കപ്പെടുകയല്ല, യേശു അവിടെ ഏൽപ്പിച്ചു കൊടുത്തു. രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഗബദ എന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ പ്രത്യേകത, യേശു അവിടെ തകർക്കപ്പെട്ടു. മൂന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഗോൽഗോത്തയ, യേശു അവിടെ ക്രൂശിക്കപ്പെട്ടു. ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഗെത്സമനയ. ഈ ഗെത്സമനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സകല മനുഷ്യന്റെയും പാപം യേശുവിന്റെ മുകളിലേക്ക് വെച്ചപ്പോൾ അവിടെ സംഭവിച്ചൊരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറി. എന്താ ഇവിടെ സംഭവിച്ചെന്നറിയാമോ? ഒരു മനുഷ്യന് താങ്ങാൻ കഴിയാത്ത വേദന യേശുവിന്റെ മുകളിലേക്ക് വന്നപ്പോൾ അവന്റെ രക്തധമനികൾ പൊട്ടി ആ യേശുവിന്റെ വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറി. എന്താ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? ഒരു മനുഷ്യന്റെ പാപത്തിന്റെ ഭാരം എന്ന് പറയുന്നത് ഒരു രക്തധമനിക്ക് പോലും പിടിച്ചുകൊള്ളുവാൻ കഴിയാത്ത അതിനപ്പുറത്തെ വേദനയായിരുന്നു. എൻ്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയാം, ഗോൽഗോത്തായിൽ യേശു സഹിച്ച വേദനയെക്കാട്ടിലും ഏറ്റവും വലിയ വേദനയായിരുന്നു യേശു ഗെത്സമനയിൽ സഹിച്ചത്. അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഈ ഉലകത്തിലെ ഈ ജനത്തെ രക്ഷിപ്പാൻ വേണ്ടിയാ. പാപത്തിലെ പടുകൂറ്റിയ അവസ്ഥയിലേക്ക് പോയ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി സകല മനുഷ്യന്റെ പാപം യേശുവിന്റെ മുകളിലേക്ക് വെച്ചു. ഒന്ന്, യേശു ഗെത്സമനയിൽ പിടിക്കപ്പെട്ടു. രണ്ടാമത്തെ സ്ഥലമാ ഗബദ എന്ന് പറയുന്നത്. ആ സ്ഥലത്ത് കാണുന്നത് യേശു തകർക്കപ്പെട്ടു. വിവരിക്കാൻ സ്ഥലമില്ല, സമയമില്ല. ഫ്ലാഗ്രം എന്ന് പറയുന്ന ആ ചമ്മട്ടിപ്പാശം അല്ലെങ്കിൽ റോമൻ ചമ്മട്ടി,
അതെടുത്ത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് അടിക്കുന്ന വിവരണങ്ങൾ വിവരിക്കാൻ എൻ്റെ മുൻപിൽ സമയമില്ല. ആ അടിക്കുന്ന അടി എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം നിൽക്കുന്നതാ. ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ ഫ്ലാഗ്രത്തിന്റെ പ്രത്യേകത ഒരു തടിക്കഷ്ണം കൈ പിടിക്കുക, 3-4 ലെതറുകൾ കിടക്കുക, ഈയങ്ങൾ കൊണ്ടും ലോഹങ്ങൾ കൊണ്ടും അതുപോലെ മനുഷ്യന്റെ ആ അസ്ഥികൾ കൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചാട്ടവാർ. ഈ ചാട്ടവാർ യേശുവിന്റെ ശരീരത്തിലേക്ക് അടിക്കുമ്പോൾ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം, അവന്റെ അസ്ഥികളിൽ നിന്ന്, അവന്റെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ പിഴുതുമാറുക. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ, കണ്ടാൽ ആളറിയാത്ത രൂപത്തിൽ യേശുവിന്റെ ശരീരം മാറി. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഈ മനുഷ്യനെ രക്ഷിപ്പാൻ വേണ്ടിയാ. അവന്റെ മുതുക ഉഴവ് ചാലുപോലെ അവർ കീറി. എന്തിനാണെന്നറിയാമോ? മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ. എന്നെ സ്നേഹിക്കുന്ന സ്നേഹിത, യേശുവിന്റെ മരണം ഒരു കൊലപാതകമല്ലായിരുന്നു. യേശുവിന്റെ മരണം ഒരു തൂങ്ങി മരണമല്ലായിരുന്നു. യേശുവിന്റെ മരണം റോമൻ കോടതി പറഞ്ഞതാ. ഇവൻ നീതിമാൻ എന്ന് പറഞ്ഞിട്ടും അവനെ ശിക്ഷിച്ചതിന്റെ കാരണം എന്തെന്നറിയാമോ? പാപത്തിൽ കിടക്കുന്ന മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയാ യേശുവിന്റെ മരണമുണ്ടായത്. യേശു ഈ പീഡനം സഹിച്ചത്. ഇന്ന് രാത്രി നീ കേൾക്കുന്ന ആരാണെങ്കിലും ഈ ശബ്ദത്തിനകത്ത് യേശുവിന്റെ മരണത്തിന് വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മേലൊരു സൗഖ്യത്തിന്റെ കരമുണ്ട്. ആ കരം ഇന്ന് രാത്രി വെക്കുവാനിടയായിത്തീരും. ഗദസമനയിൽ നിന്ന് ആ യേശുവിന്റെ ശരീരമായി പോകുക. ഒരു വാക്കിലൂടെ പറഞ്ഞിട്ട് ആ ഭാഗം ഒന്ന് അവസാനിപ്പിക്കട്ടെ. ചരിത്രകാരൻ ഇങ്ങനെ പറയുന്ന, മുൾക്കിരീടം യേശുവിന്റെ തലയിലേക്ക് അടിച്ചിറക്കി. ചരിത്രകാരൻ ഇങ്ങനെ പറയുന്നു, ആ യേശുവിന്റെ തലയിലേക്ക് മുൾക്കിരീടം അടിച്ചപ്പോൾ ഒരു മുള്ള് അവന്റെ കണ്ണിനകത്തേക്കാണ് വന്നത്. കണ്ണ് തൂങ്ങിക്കിടന്നുവെന്ന ചരിത്രകാരന്മാർ പറയുന്നത്. ഇത്രയും പ്രാകൃതമായത്, ഇത്രയും വികൃതമായത് ആരെ രക്ഷിപ്പാനാണെന്നറിയാമോ? മനുഷ്യനെ രക്ഷിപ്പാനാ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഈ യേശുവിനെ ഉയർത്തുന്നത്. അവിടെ നിന്ന് കാട്ടുപാതകളിലൂടെ ഗോൽഗോത്തയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾ കാണുന്ന ഒരു കാര്യമുണ്ട്. യേശുവിനെ ക്രൂശിൽ തറയ്ക്കുക. ക്രൂശീകരണം നമ്മൾ കാണുന്ന ചിത്രങ്ങളിൽ കാണുന്ന ഒരു ക്രൂശീകരണമല്ല. അവിടെ നമ്മൾ കാണുന്നത് ക്രൂശിക്കപ്പെടുവാൻ കിടക്കുന്ന ഒരു വ്യക്തിയെ ഒരു വൈദ്യൻ വന്ന് പരിശോധിക്കുക. അപ്പോത്തിക്കര എന്ന് പറയുന്ന വൈദ്യൻ വന്ന് പരിശോധിക്കുക. അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ ശരീരം അവിടെ കിടക്കുമ്പോൾ ആ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം നമ്മൾ കാണുന്ന കൈയുടെ വെള്ളയിലല്ല യേശുവിന്റെ ക്രൂശിൽ ആണിയടിച്ചത്, മറിച്ച് യേശുവിന്റെ ഈ മണിതൻ എന്ന് പറയുന്ന ഈ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ഒരു ചതുരാകൃതിയുള്ള ആണി, അതിന്റെ അറ്റം കൂർത്തിരിക്കുന്നത് അടയാളപ്പെടുത്തി അതിലേക്ക് ആഴ്ത്തിയിറക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. രക്തം കുടുകുട പമ്പ് ചെയ്യുന്നത് പോലെ വെളിയിലേക്ക് ചാടുകയ. എന്നാൽ ആ വൈദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ആണി ഒന്ന് തിരിക്കുമ്പോൾ ഈ ഞരമ്പുകളെല്ലാം കൂടെ ഒരുമിച്ച് സ്റ്റക്കായിട്ട് ആ രക്തം വരുന്ന അവിടെ നിൽക്കുവാനിടയായിത്തീരും. ഇങ്ങനെ ഈ മനുഷ്യനെ കാൽവറി ക്രൂശിൽ ക്രൂശിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എത്ര വെളുത്ത, എത്ര സുന്ദരനായ മനുഷ്യനാണെങ്കിലും അവൻ കറുത്ത് കരിവാളിച്ച് പ്രാകൃത മനുഷ്യനാകും. നിങ്ങൾ ആ കാൽവറി ക്രൂശിലേക്ക് ഒന്ന് ഉയർത്തിയേ. യേശു പറയുക, മനുഷ്യപുത്രനെ നോക്കണം. എന്താ ഈ മനുഷ്യപുത്രന്റെ പ്രത്യേകത? സുന്ദരനായിരുന്നവൻ, കാണാൻ കൊള്ളാവുന്നവനായിരുന്നവൻ, നല്ലവനായിരുന്നവൻ, നല്ല മുഖമുള്ളവൻ, നല്ല ശരീരമുള്ളവൻ. അവനെ ഇന്ന് ഈ കാൽവറി ക്രൂശിൽ നോക്കുമ്പോൾ പ്രാകൃതനായി കിടക്കുക. അവനെ കണ്ടാൽ ആളറിയാത്ത രീതിയിൽ കിടക്കുക. വെളുത്ത് തുടുത്ത് നല്ലൊരു മനുഷ്യൻ എന്നെ ഭാവനയിൽ പറയുമ്പോൾ അവനെ കരുവാളിച്ചു മാറുക. അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കോമാ സ്റ്റേജിൽ ഈ ക്രൂശിൽ കിടക്കുക. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുന്നത്, അവൻ അവിടെ കിടന്ന് പറയുക, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. എന്നെ സ്നേഹിക്കുന്ന സ്നേഹിത, എന്നെ ശ്രവിക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതിന് കാരണം നമ്മുടെ മിടുക്കല്ല. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിന് കാരണം നമ്മുടെ കഴിവല്ല. നമ്മെ സുന്ദരനാക്കാൻ, നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ, നമ്മുടെ പാപത്തെ ക്ഷമിക്കാൻ നമുക്ക് വേണ്ടി വിരൂപമായ ഒരു നസ്രയനായ യേശു, ഇന്ന് രാത്രി ആ യേശുവിന്റെ സാന്നിധ്യം, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ആ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. എന്നെ ഒന്ന് ശ്രദ്ധിച്ച വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുക. ഈ കാൽവറി ക്രൂശിൽ ചുവട്ടിൽ ഇത്രയും പ്രാകൃതമായ അവസ്ഥ കാണാൻ യേശുവിന്റെ അത്ഭുതങ്ങൾ കണ്ടവരില്ലായിരുന്നു. യേശുവിനോട് അപ്പം മേടിച്ച് കഴിച്ചവരില്ലായിരുന്നു. ആ കാലഘട്ടത്തിലെ നിയമങ്ങൾ
പലപ്പോഴും ഹതഭാഗ്യനായ ഒരുവന്റെ അടുക്കൽ നിൽക്കാൻ അവരെ പിന്തിരിപ്പിച്ചു. പക്ഷെ നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഒരു യോഹന്നാൻ അവിടെ നിന്നു, ഒരു മഗ്നൻ അവിടെ നിന്നു. ഞാൻ ഇന്ന് രാത്രിയിൽ വാകത്താന സെന്ററിന്റെ കൺവെൻഷൻ അവസാന നിമിഷത്തിൽ ഒരു കാര്യം പറയാം. അപ്പം നിന്നവരെ അല്ല ഇതിനകത്ത് വേണ്ടത്, അത്ഭുതങ്ങൾ കണ്ടവരെ അല്ല ഇന്ന് രാത്രി ഇതിനകത്ത് വേണ്ടത്. ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കാൻ മനസ്സുള്ളവരെ ഇന്ന് രാത്രി ഇതിനകത്തും ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കാൻ മനസ്സുള്ളവരെ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇതിനകത്ത് എഴുന്നേൽപ്പിക്കട്ടെ. ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കാൻ മനസ്സുള്ളവർ എഴുന്നേറ്റാൽ ഈ ദേശത്ത് വേല ഉയരും, ഈ ദേശത്ത് അരാത്മാക്കൾ വിടുവിക്കപ്പെടും. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ക്രൂശിന്റെ ശക്തിയുടെ പിന്നിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല ഇന്ന് രാത്രി. അതിന്റെ മുൻപിൽ രോഗങ്ങളില്ലാതെയാകും, അതിന്റെ മുൻപിൽ സൗഖ്യങ്ങൾ ഉണ്ടാകും, അതിന്റെ അകത്ത് മനുഷ്യന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഓ, ഇന്ന് രാത്രി ആ ക്രൂശിന്റെ ശക്തി ഇവിടെ ചലിച്ചു തുടങ്ങട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമം ഇതിനകത്ത് ചലിക്കട്ടെ. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇങ്ങനെ പ്രാകൃതനായി കിടക്കുന്ന മനുഷ്യൻ പറയുക, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നതാ, ഇവരോട് എന്ത് ചെയ്യണമേ? വീണ്ടും ജനിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈ യേശു അകത്ത് വരണം, ഈ ക്രൂശിന്റെ ശക്തി അകത്ത് വരണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം പറയാം, ക്രൂശിന്റെ ശക്തി എവിടെ ചലിക്കുന്നോ ആ ദേശത്തെ ദൈവാത്മ പിടിച്ചു കുലുക്കും. ക്രൂശിന്റെ ശക്തി എവിടെ ചലിക്കുന്നോ അത് ഇന്ന് രാത്രി സൗഖ്യമുണ്ടാകും. ഇതിനകത്ത് ഞാൻ ആത്മാവിൽ പറയാം, ആ യേശുവിന്റെ രക്തം ഇതിനകത്ത് ചലിക്കുമ്പോൾ, ക്രൂശിന്റെ ശക്തി ഇതിനകത്ത് ചലിക്കുമ്പോൾ, നാളുകളായി മാറാത്ത വിഷയങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ മാറുകയാണ്. പാപത്തിന്റെ പരിണത ഫലത്തിൽ കിടക്കുന്നവർ ഇന്ന് രാത്രി യേശുവിന്റെ ശക്തി ചലിക്കുക, ഇന്ന് രാത്രി ക്രൂശിന്റെ ശക്തി ചലിക്കുക. അത് വിശ്വസിക്കാൻ കഴിയുന്നവർ ആത്മാവിൽ പറകത്താവേ, ഇന്ന് രാത്രി ആ ശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഇന്ന് രാത്രി അത് അനുഭവിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ അതരങ്ങളെ പൂട്ടി നിൽക്കാതെ ഇന്ന് രാത്രി പ്രഥമ രാത്രി തന്നെ യേശുവിന്റെ നാമത്തെ ഉയർത്തട്ടെ. യെസ്, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ ചലിക്കട്ടെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ ചലിക്കട്ടെ. ഈ പ്രഥമ രാത്രി പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. ക്രൂശിന്റെ ശക്തി ഇന്ന് രാത്രി ചലിച്ചു വിടങ്ങട്ടെ. ഹസ്തഗന്ധന റവൽ പ്രൗഢമാനക, നാളുകളായി മാറാത്തത്, നാളുകളായി കൊഴിയാത്തത് ഇന്ന് രാത്രി യേശുവിന്റെ ശക്തിക്ക് മുന്നിൽ ജൂഡറമനഗടക ശംഖലേരി ബലഗടകദല. കൊയറൊരു പാട്ട് പാടുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ക്രൂശിൽ മരിച്ച ഒരുവനെ മാത്രമല്ല ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആ സുവിശേഷത്തിന്റെ പ്രസംഗം പൂർണ്ണമായി ഇതിലൂടെ പറയാൻ അവസാനിക്കുകയില്ല. മരണത്തെ തോൽപ്പിച്ച ഒരു കർത്താവിനെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്. ക്രൂശിന്റെ ശക്തി അത് പലർക്കും ശാപമാകുമ്പോൾ, അത് പലർക്കും നാശമാകുമ്പോൾ ഞങ്ങൾക്കിത് പ്രശംസിക്കാനുള്ള കാരണം എന്തെന്നറിയാമോ? ഇതിനകത്തുനിന്ന് ചലിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാ, ഇതിനകത്തുനിന്ന് വിടുവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാ, ഇതിനകത്ത് ദേശത്തെ കുലുക്കുന്ന ദൈവത്തിന്റെ ശക്തിയാ. ഓ ശബരബലഘടക, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ശക്തി ചലിക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു. മരണത്തെ തോൽപ്പിച്ച ഒരു കർത്താവ് ഇന്ന് രാത്രി ജീവിക്കുക. ഒരു പ്രത്യാശയുടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതിന് രണ്ടാം ഭാഗം ഇങ്ങനെ, ആ രണ്ടാം ഭാഗം ഇങ്ങനെ, അവിടെ നിന്ന് ഞങ്ങളുടെ രക്ഷിതാവ് വേഗം വരും. ഈ ലോകത്തിൽ നടക്കാൻ പോകുന്ന അടുത്ത ഏറ്റവും വലിയ സംഭവം എന്തെന്നറിയാമോ? ലോകത്തിലേക്ക് മനുഷ്യനെ രക്ഷയ്ക്ക് വേണ്ടി വന്ന കർത്താവ് താമസം വിനാ രാജാതിരാജാവായി വരും. ആ രാജ്യത്തിൽ നിങ്ങൾക്ക് അവകാശികളാകണമെങ്കിൽ ഈ സ്വർഗരാജ്യത്തിന്റെ പൗരത്വം നിങ്ങൾക്ക് ആവശ്യമാണ്. ആ രാജ്യത്തിൽ അവകാശിയാകണമെങ്കിൽ ഈ സ്വർഗരാജ്യത്തിന്റെ പൗരത്വം നിങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ആ പൗരത്വം നൽകാൻ കഴിയുന്നവൻ ഇന്ന് രാത്രി യേശു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചേർന്ന് പറയാം, മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ യേശു മാത്രം. ഇന്ന് രാത്രി ആ ക്രൂശിന്റെ ശക്തി അനുഭവിക്കുന്നവർ ദൈവസന്നിധിയിൽ ചാടി എഴുന്നേറ്റാണ്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുക. ഇന്ന് രാത്രിയിൽ പാട്ട് പാടുന്നതിന് മുൻപ് ഒരു നിമിഷം അതിരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇത്രയും ദൈവദാസന്മാർ ഇവിടെ നിൽക്കുക.
ഞങ്ങൾ ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്, ക്രൂശിന്റെ ശക്തിയാ. ഇന്ന് രാത്രി ആ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കണമെന്നുള്ളത്, ഇന്ന് രാത്രി അതിന് വിടുതലായി മാറണമെന്നുള്ളത് ആർക്കെങ്കിലും ഇന്ന് രാത്രി പറയുന്നെങ്കിൽ, ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ട് പറ, കർത്താവേ അങ്ങനെയെങ്കിൽ ആ ശക്തി ഇന്ന് രാത്രി എന്റെ മേൽ വ്യാപരിക്കണം. പ്രാർത്ഥിച്ച് ആദരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചേ. ആ ശക്തി ഇന്ന് രാത്രി എന്റെ മേൽ വ്യാപരിക്കണം. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി യേശുവിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ കൊടുക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരേശു ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. പ്രാർത്ഥിച്ച് ആദരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. വേഗത്തിൽ ചില സെക്കൻഡുകൾ ഇന്ന് രാത്രി ആ ക്രൂശിന്റെ ശക്തി ഇവിടുന്ന് രാത്രി ചലിക്കട്ടെ. ആത്മാവിൽ ഹല്ലേലൂയ. ഓ ജീസസ്. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം തിരികെ വരാതെ നിത്യതയിൽ പറയും. പിന്നെ പുതുയുഗം തിരികെ വരാതെ നിത്യതയിൽ പറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അതിനവിലെയും നാടുകൾ നമ്മുടെയാക്കി തീർന്നിടുവാൻ. അതിനവിലെയും നാടുകൾ നമ്മുടെയാക്കി തീർന്നിടുവാൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ. വരും മേഘമതി നമ്മെ ചേർന്നിടുവാൻ നടുവാനതിൽ തരുവാൻ. വരും മേഘമതി നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ തരുവാൻ. ഓ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അതിനവിലെ നാടുകൾ നമ്മുടെയാക്കി തീർന്നിടുവാൻ. അതിനവിലെ നാടുകൾ നമ്മുടെയാക്കി തീർന്നിടുവാൻ. ഓ അതിനവിലെ നാടുകൾ നമ്മുടെയാക്കി തീർന്നിടുവാൻ. അതിനവിലെ നാടുകൾ നമ്മുടെയാക്കി തീർന്നിടുവാൻ. Hallelujah, 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 hallelujah. Praise the Lord.